ഞാനും ഷമീറും കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അന്ന് ഹൈദരാബാദിലേക്ക് പോയത്. ആകെ 10 ദിവസത്തെ ജോലി അവിടെ ഉള്ളൂ. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇറങ്ങാൻ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ഞായറാഴ്ച ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ച് റോഡ് സൈഡിലുള്ള പെട്ടിക്കടലിൽ നിന്ന് ഓരോ പൊതി കടലയും വാങ്ങി കണ്ണി കണ്ട പെൺകുട്ടികളെ സൈറ്റ് അടിച്ച് റൂമിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. 4 വർഷങ്ങൾക്ക് മുന്നേ ഷമീറും വിഷ്ണു റാഷിദും ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ച് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞു വളർന്നവരായിരുന്നു. കോളേജിലെ BBA 2ാം വർഷത്തിലാണ് റാഷിദിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥിയെ പോലെ അവൾ കടന്നു വരുന്നത്. ദുബായിൽ സെറ്റിൽഡായ അമ്മാവിന്റെ മകളാണ് ഹംന. അവിടെയുള്ള പഠിത്തം മതിയാക്കി നാട്ടിലേക്ക് അവൾ വന്നത് റാഷിദിന്റെ വീട്ടിലേക്കായിരുന്നു. അവൾ കുട്ടിയാകുമ്പോൾ എപ്പോഴോ കണ്ടതാ. ഇപ്പം അവൻ പഠിക്കുന്ന അതേ കോളേജിലേക്ക് പഠിക്കാൻ അവൾ വരുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല. അവളെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ ഞാനായിരുന്നു പോയത്. നല്ല നീല നിറത്തുള്ള മഫ്ത തലയിൽ ചുറ്റിക്കെട്ടി ട്രോളി മുന്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് അവൾ ആദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് റാഷിക്കാന്ന് വിളിച്ചപ്പോഴാണ് ഞെട്ടി അവളെ നോക്കിയത്. യോ, നീയായിരുന്നു ഇത്? എനിക്ക് ആളെ മനസ്സിലായില്ല, സോറി കേട്ടോ. ഏയ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചപ്പോൾ മോനെ. ചൂഴ്ന്നിറങ്ങുന്ന നുണക്കുഴിയും വെളുത്ത മുഖത്തിനൊത്ത് അവിടെ കട്ടിയുള്ള പുരികവും ചെറിയ കുട്ടികളെ പോലെ തുടിച്ച കവിളൊക്കെ കൂടി ആ നീല നിറത്തിലുള്ള തട്ടത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. കഷണ്ടിയായ അമ്മാവിനും തടിച്ച അമ്മായിക്ക് ഇങ്ങനെ മൊഞ്ചത്തി മകൾ ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു. ഞാൻ കരുതിയത് നല്ല വക്കുകൂട്ടി ഐറ്റായിരിക്കും വരുന്നതെന്നാ. എന്തായാലും ഇനി അവളെയും കൂട്ടി കോളേജിലേക്ക് എൻ്റെ ബുള്ളറ്റിൽ പോവാനൊരു ഹരമായിരിക്കും എന്നൊക്കെ മനസ്സ് മെല്ലെ മന്ത്രിച്ചു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീടെത്തുന്നവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേ പോയി. വീട്ടിലെല്ലാവരും അവളെ സ്വീകരിച്ച് പെട്ടിയും ബാഗ് എടുത്തു വെച്ച് അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ വാതിൽ മുട്ടുന്ന പോലെ തോന്നി. തുറന്നു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു ഹംന. എന്താ ഹംന, ഉറങ്ങിയില്ലേ? ഇല്ലിക്ക, ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബോറടിക്കുന്നു. നെറ്റാണെങ്കിൽ തീരെ സ്പീഡില്ല. നിങ്ങളുടെ ഹോട്ട്സ്പോട്ടും തരുമോ? ആ, ഇതെൻ്റെ ദുബായിലെ മോളെ, ഇവിടെ ഇത്രയ്ക്ക് കിട്ടൂ. അയ്യോ, ഇനി എന്താ ചെയ്യാ? നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ? പുറത്തോ? ഈ നട്ടപ്പാതിരിക്കോ? ആഹാ, നല്ല കഥ. ഒന്ന് പോയി, നാളെ കോളേജിലേക്ക് അഡ്മിഷൻ ചെയ്യിക്കാൻ പോകുള്ളതാ. പോയി ഉറങ്ങാൻ നോക്ക്. അങ്ങനെ അവളൊരു മൂഡിലാ തിരിഞ്ഞു പോയപ്പോൾ ഞാൻ അവളെ വിളിച്ചു. ഡേ, വേണമെങ്കിൽ ആ ലാപ്പ് എടുത്തോ, നീ അതിൽ നല്ല മൂവി ഉണ്ട്, അത് കണ്ടിരുന്നോ? അത് കേട്ടപ്പോൾ അവൾ ഹാപ്പിയായി. അതെ, നിന്റെ പാസ്വേഡ് എന്താ? പാസ്വേഡ് ഷവർമ. എന്ത് ഷവർമയോ എന്നോള് ചോദിച്ച് ചിരിച്ചപ്പോൾ അവിടെ ആ നുണക്കുഴി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് തൊട്ടു നോക്കാൻ തോന്നി. പെട്ടെന്ന് സ്വയംഭവം തിരിച്ചെടുത്ത് അവൾ അവിടെ നിന്ന് ആട്ടി വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ബുള്ളറ്റ് എടുത്ത് അവളെയും കൂട്ടി കോളേജിലേക്ക് കത്തിച്ച് വിട്ടു. നേരെ നമ്മളെ ചങ്കളുടെ അടുത്തേക്ക് പോയി അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. സംഗതി ഞാൻ അവളെ കൊണ്ടുനടക്കുന്നവർക്ക് രണ്ടാക്കും പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഓൾ എല്ലാവരോടും നല്ല കമ്പനിയായി. ഞങ്ങൾ എവിടേക്ക് പോകണമെങ്കിലും ഓളും വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ റൂമിലിരുന്ന് മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളും കൂടെ വന്നിരുന്നത്. കട്ടിലിൽ ചാരി കാലം നീട്ടിയാണ് ഞങ്ങൾ ഇരുന്നത്. സംഗതി അതല്ല പ്രശ്നം. എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അറിയാതെ കണ്ണടച്ച് ഉറങ്ങിപ്പോയി. അവളത് കണ്ടിട്ട് പൊയ്ക്കോളാന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഏകദേശം പുലർച്ചെ 4 മണിയൊക്കെയാണ്. ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ കണ്ട കാഴ്ച, അവൾ ലാപ്പ് തുറന്നു വെച്ച് എൻ്റെ കൂടെ ഉറങ്ങിപ്പോയിക്കണം. എൻ്റെ റബ്ബേ, ഈ കോലത്തിൽ ആരെങ്കിലും ഞങ്ങളെ കണ്ട അവിടെ തീരും. ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ അവളെ തട്ടി എണീപ്പിച്ചു. ഹംന, ഹംന, എന്ത് പണിയാ നീ കാണിച്ചേ? എണീറ്റ് നിന്റെ റൂമിൽ പോയി കിടക്ക്. അപ്പോഴാണ് അവൾക്കും ബോധം വന്നത്. പെട്ടെന്ന് ചാടി എണീറ്റു. ഒന്നും മിണ്ടാതെ അവളുടെ റൂമിലേക്ക് പോയി. അന്ന് പിന്നെ എങ്ങനെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഓളുടെ ആ നുണക്കുഴിയുള്ള മുഖവും സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞിക്കവളും ഓളുടെ ചിരി ആകെ കൂടിൻ്റെ തലയിൽ കയറിയ ഫീല്. അങ്ങനെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവളെ കണ്ടില്ല. ഞാൻ വേഗം കഴിച്ച് കോളേജിലേക്ക് ഇറങ്ങാൻ ബൈക്കിൽ കയറിയപ്പോഴാണ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ ഓടി വരുന്നത്. അങ്ങനെ ബൈക്കിൽ കയറി ഞങ്ങൾ വിട്ടു. പക്ഷെ എന്നും നിർത്താതെ സംസാരിക്കുന്ന അവൾ ഒരക്ഷരം ഇണ്ടാ തലയും താഴ്ത്തിയാണ് വന്നത്. കോളേജിലെത്തി അവൾ നേരെ ക്ലാസ്സിലേക്ക് കയറി. എന്നെ കാത്ത് വിഷ്ണു ഷമീറും പുറത്തുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി കാര്യം പറഞ്ഞു. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിടാ, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യട്ടെ. അയ്യേ, നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ അവളൊരു ഇക്കാക്കിയായിട്ടല്ലേ കാണുന്നത്. അവളോട് പറയുന്നില്ല ഋഷി, എൻ്റെ മാനം പോവും. മോശം. ഓ, എന്നാ വേണ്ടല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ പതിപോലെ സിഗരറ്റൊക്കെ വലിച്ച് ക്ലാസ്സിലേക്ക് കയറി. പക്ഷേ എനിക്കെന്തോ മനസ്സിലോടെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നിക്കളിച്ചുകൊണ്ടിരിക്കുക. അവൾ എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല, ഇന്ന് അവളോട് പറയണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വൈകിട്ട് വീട്ടിൽ മൂവിയുടെ പേരും പറഞ്ഞ് വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് അവളെ കാത്തിരുന്നു. പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നു. പക്ഷെ മൂവി ചോദിച്ചല്ല, അവൾ വന്ന്. അവൾ ബൈക്കിൽ റൈഡ് പോകാമെന്ന് ചോദിക്കാണ് വന്നത്. കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 2 മണിക്കായി കാണും. ഞങ്ങൾ മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബൈക്ക് ഗേറ്റ് വരെ തള്ളിക്കൊണ്ടുപോയിട്ട് മെല്ലെ സ്റ്റാർട്ടാക്കി. പോകുമ്പോൾ അവൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. ഞാൻ എല്ലാത്തിനും മൂളി കൊടുത്തു. ശരിക്കും ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. പോകുന്ന വഴിക്കത് ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് അവളോടങ്ങ് പറഞ്ഞു. ഹംനു, എന്തേക്കാ?
ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ദേഷ്യപ്പെടുമോ? ദേഷ്യോ? എന്തിന്? നിങ്ങൾ ചോദിച്ചോളി. അതെ, അന്ന് ഞാൻ കെട്ടട്ടെ? കെട്ടേ? എന്നെ? നിങ്ങളെന്തീ പറയണേ? ആ, അന്നെ തന്നെ. പറ്റൂല്ലെങ്കിൽ വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇച്ച എന്നെ നല്ല ഇഷ്ടമാണ്. അത് കേട്ടിട്ട് അവൾ കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നെങ്കിലും ബൈക്കിൻ്റെ പുറകിലിരുന്ന് എൻ്റെ അരിയിൽ കൂടി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ ചെവിയിലേക്ക് അടുത്ത് മെല്ലെ പറഞ്ഞു, അതേ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഡബിൾ ഓക്കെ. എന്നിട്ട് ആ പിടുത്ത് അവൾ ഒന്നുകൂടെ മുറുക്കി. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോയി. ഇപ്പോൾ വല്ലപ്പോഴും രാത്രിയുടെ മുറിയിലേക്ക് വന്നിരുന്ന അവൾ സ്ഥിരം വരാൻ തുടങ്ങി. ഉറക്കം വളരെ കുറഞ്ഞു. കിട്ടുന്ന സമയം മൊത്തം ഓരോ സംസാരിച്ചിരുന്നു. സംസാരം ഭാവിയിലേക്ക് എത്തിത്തുടങ്ങി. ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ഞങ്ങൾ കിട്ടിയത്. പ്രേമിക്കുന്ന രണ്ടുപേരും ഒരേ വീട്ടിൽ, ആരെയും പേടിക്കേണ്ടാത്ത അവസ്ഥ. പ്രേമം തലച്ചോറിന് പിടിച്ചപ്പോൾ ആരെയും കാണാതെ അവളെ ചുമരിലേക്ക് ചാർത്തി വെച്ചുകൊണ്ടുള്ള കിസ് പലപ്പോഴും ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും അതിരുവിട്ടതും ചെയ്യാൻ മനസ്സുണ്ടായിരുന്നില്ല. അവിടെ ഓരോ ചിരിയും സംസാരവും ആ നുണക്കുഴിയും എല്ലാം ഒത്തിരി മനസ്സിനെ കുളിർമയുള്ളതാക്കി. അങ്ങനെ എൻ്റെ ഇഷ്ടം ഞാൻ ഉമ്മാനെ അറിയിച്ചു. ആദ്യം ഒന്ന് തുറിച്ചു നോക്കിയെങ്കിലും മാമാനോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമയുടെ ഫോൺ കോള്. റാഷിദേ, സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഇങ്ങനെ നടന്നാ പോരാ. പഠിപ്പൊക്കെ തീർന്നില്ലേ, ഇജ്ജ് നല്ലൊരു ജോലി കയറി. ഇല്ലെങ്കിൽ ഓളാണക്ക് പോറ്റാൻ പറ്റൂല. ഹാവു, മാമനും പച്ചക്കുടി കാണിച്ചു. ആ സന്തോഷം ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. ഞാനും ആകെ മാറി തുടങ്ങി. ഒഴിവിട്ടിയാൽ കൂട്ടുകാരുടെ കൂടെ നടന്നിരുന്ന ഞാൻ അവരെ പാടെ മറന്നു തുടങ്ങി. എൻ്റെ പെണ്ണ് മാത്രമായി എൻ്റെ ജീവിതം. അങ്ങനെ ഡിസംബർ 7-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവൾ അറിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് തലേന്ന് രാത്രി അവൾ അവളുടെ റൂമിലേക്ക് പോയി. രാവിലെ എണീറ്റപ്പോൾ അവളുടെ റൂമിൽ കണ്ടില്ല. ഉമ്മാനോട് ചോദിച്ചപ്പോൾ അവൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ ഗ്ലാസ് പായസം തന്നു. ആഹാ, നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട കിടുക്കാച്ചി സേമിയ പായസം. അത് കുടിച്ച് മുഴുവനാകുന്നതിന് മുന്നേ ഉപ്പാന്റെ കോൾ വന്നു. പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ബൈക്ക് എടുത്ത് പെട്ടെന്ന് ചെന്നു. അവിടെ വിഷ്ണുവും ഷമീറും ഉണ്ടായിരുന്നു. കുറച്ചപ്പുറത്ത് ഐസിയുവിൻ്റെ മുന്നിൽ ഉപ്പയും. എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചാൽ ഷമീർ എന്നെ കെട്ടിപ്പിടിച്ച്. ഏയ് ഒന്നുമില്ലടാ, അമ്മനെ ചെറുതായിട്ടൊന്ന് വീണു, കുഴപ്പമൊന്നുമില്ല, ഇജുപോരേക്ക് വയ്ക്കും, ഞങ്ങളിവിടെ നിന്നോളാം. ഓ, അതിനാണ് ഉപ്പ കരഞ്ഞെന്നെ വിളിച്ചേ. പാവ ഉപ്പ പേടിച്ചിട്ടുണ്ടാവൂല്ലേ? ഉപ്പ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഓൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഒന്ന് വീണതല്ലേ. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഉപ്പയുടെ കരച്ചിലിൻ്റെ ഊക്കുകൂടി. നേഴ്സുമാരും ഡോക്ടർമാരും മാറി മാറി ഐസിയുയിലേക്ക് കയറുന്നുണ്ട്. ചില നേഴ്സുമാർ എന്തൊക്കെയോ എടുത്ത് ഓടുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ച് അവൾ വീണ്ടും കൈയിൻ്റെ കാലിൻ്റെ തൊലി എന്തെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ്. ഒന്ന് പോയി കാണാനാണെങ്കിൽ ആ ഡോറ് തുറക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു, ഐ ആം സോറി, ഷീസ് നോ മോർ. ഇയാളത് എന്ത് തേങ്ങയാ പറയുന്നത്? അല്ല പിന്നെ ഒന്ന് വീണതിന് പൊട്ടൻ ഡോക്ടർ. എന്താ ഡോക്ടറോട് വർത്താനം? ഓൾഡ് വരാൻ പറയും, നിന്റെ ബർത്ത്ഡേയാ. ഡാ ഷമീറെ, എല്ലാവർക്കും മുട്ടായി കൊടുക്കട്ടോ, എൻ്റെ ഹംനി വരട്ടെ, ഓളിക്ക് എന്തോ ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സംസാരം ദിശ മാറിപ്പോകുന്ന എൻ്റെ കൂട്ടുകാർ എന്നെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തി. അപ്പോഴേക്ക് ഉപ്പയാകെ തളർന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് വെള്ളത്തുണിയിൽ മറിച്ച് അവിടെ ബോഡി രണ്ടുപേര് തള്ളിക്കൊണ്ടുവന്നപ്പോൾ കൂട്ടുകാർ കരഞ്ഞുകൊണ്ട് അവിടെ മുഖത്തുള്ള തുണി എനിക്ക് മാറ്റി തന്നു. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വന്ന് ലോറി ഇടിച്ച് തെറിപ്പിച്ചാണെന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ അടുത്ത് ചെന്നു. ഹംനു, ഡി പെണ്ണേ, അയ്യേ ഇജിപ്പോഴും ഉറങ്ങിയാണോ? എണീറ്റേ. ഡി ഹംന, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഇജി വെച്ച പായസം ഞാൻ കഴിച്ചു കേട്ടോ, എന്താ ടേസ്റ്റ് എന്നറിയാം. ഡി പോത്തെ, എണീക്ക്. ഒരു തുള്ളി കണ്ണുനീർ പോലും എൻ്റെ കണ്ണിൽ നിന്ന് ചാടാത്ത് അവൾ മരിച്ചെന്ന സത്യം എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത കൊണ്ടാവും. അവളെ മെല്ലെ നീക്കിക്കൊണ്ട് ഞാൻ പോയി. ഞാൻ പുറത്തേക്ക് നടന്നു. എൻ്റെ ബൈക്കിൽ കയറി വണ്ടി എടുത്തു. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. 4 വർഷത്തിന് ശേഷം ഷമീറും വിഷ്ണുവും കണ്ട കാഴ്ച. അവരുടെ കയ്യിലുണ്ടായിരുന്ന കടലപ്പൊതി നിലത്ത് വീണു. ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന കൂടപ്പിറപ്പായ റാഷിദ് ചെളിപുരണ്ട 3 ഷർട്ട് ഒന്നിനു മുകളിൽ ഒന്നായി ഇട്ടിട്ടുണ്ട്. കീറിയൊരു പാൻറ്റും ആരോ വലിച്ചെറിഞ്ഞൊരു ഷൂവുമാണ് വേഷം. താടിയും മുടിയും വെട്ടിയിട്ട് കാലം കുറെ ആയിട്ടുണ്ടെന്ന് ആ കോലത്തിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അവൻ മെല്ലെ മന്ത്രിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഹംനി വരും. ഇന്നിൻ്റെ ബർത്ത്ഡേ ആണ്. ഹംനി എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുതരും.